പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കേരളം പണ്ട് മുതലേ സഞ്ചാരികളുടെ പറുദീസയാണ്. എല്ലാ കാലത്തും സഞ്ചാരികൾ ഇവിടെ വന്നുകൊണ്ടേയിരുന്നു. പ്രധാനമായിട്ടും കച്ചവടത്തിന് വന്നവരായിരുന്നു ഇവിടെ വന്നെത്തിയത്. യഹൂദർ പണ്ട് മുതലേ കേരളവുമായി കച്ചവട സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നവരാണ്. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു കച്ചവട സംഘത്തിൻ്റെ കൂടെ വന്നെത്തിയ ആളാണ് സെയിൻറ്റ് തോമസ്. ക്രിസ്ത്യാനികൾ സെൻറ്റ് തോമസിനെ മാർ തോമാ ശ്ലീഹ എന്ന് വിളിക്കുന്നു. സെൻറ്റ് തോമസ് ഉപയോഗിച്ചിരുന്ന അറമായ ഭാഷ, ആ അറമായ ഭാഷയിൽ നിന്ന് തന്നെയാണ് മാർത്തോമ എന്ന് പറയുന്ന ആ ഒരു പദവും ഉണ്ടായത്. ഇതെല്ലാം സെൻറ്റ് തോമസിൻ്റെ ഇവിടുത്തെ ചരിത്ര ആഗമനത്തെ സാധൂകരിക്കുന്നതാണ്. മാർ തോമാ ശ്ലീഹ കേരളത്തിൽ വന്ന് 7 സമൂഹങ്ങൾ സ്ഥാപിച്ചു. 7.5 പള്ളികൾ എന്നാണ് അവ അറിയപ്പെടുന്നത്, സപ്തസമൂഹങ്ങൾ. 7 അരജപ്പള്ളി അല്ലെങ്കിൽ 7 പള്ളിയും 1 അരപ്പള്ളിയും എന്നൊക്കെ അതിന് വ്യാഖ്യാനം വരുന്നുണ്ട്. ഈ അരപ്പള്ളിയെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. തിരുവിതാംകൂട്, അരുവിത്രയും മലയാറ്റൂരുമൊക്കെ അരപ്പള്ളിയുടെ പട്ടികയിൽ വരുന്നതുമാണ്. വേമ്പനാട് കായലിൻ്റെ തീരത്ത്, ഇന്നത്തെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്കടുത്തായിട്ട് മാർ തോമാ ശ്ലീഹ സ്ഥാപിച്ച സമൂഹം ആണ് കോക്കമംഗലം. കൊക്കോദമംഗലം, ഗൊക്കമംഗലം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കോക്കമംഗലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ക്രിസ്തു ശിഷ്യനായ തോമാ ശ്ലീഹ AD 52 കേരളത്തിൽ വരുന്നത്. കേരളത്തിൽ കൊടുങ്ങല്ലൂർ വന്നെത്തുകയും തുടർന്ന് 7.5 പള്ളികൾ, 7.5 പള്ളികൾ എന്ന് പറയുമ്പോൾ പാലയൂർ, കൊടുങ്ങല്ലൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം എന്നീ സപ്തസമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. കോക്കമംഗലം ഏതാണ്ട് ഈ 7.5 പള്ളികളുടെ മധ്യഭാഗമായിട്ട് വരും. ഇന്നത്തെ സ്ഥാനമനുസരിച്ച് അറിയാൻ ഏറ്റവും എളുപ്പം തണ്ണീർമുക്കം ബണ്ടിനോട് ചേർന്നാണ്, അല്ലെങ്കിൽ ചേർത്തലയിൽ നിന്നും വളരെ അടുത്താണ് കോക്കമംഗലം സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട് കായലിനോട് തൊട്ടുരുമിക്കിടക്കുന്നതാണ് കോക്കമംഗലം പള്ളിയുടെ സ്ഥാനം. വേമ്പനാട് കായൽ എന്ന് പറയുന്നത് പഴയ വെമ്പൊലി നാടിൽ നിന്നാണ് വേമ്പനാട്ട് കായൽ എന്ന പേര് ഉണ്ടാകുന്നത്. ഈ വെമ്പൊലി നാട് ഒരു കാലഘട്ടത്തിൽ ഈ പ്രദേശം ആകെ ഭരിച്ചിരുന്ന രാജവംശമാണ്. പിന്നെ 2 തായ് വഴികളിൽ ഈ രാജ്യം വിഭജിക്കപ്പെടുകയും തെക്കുംകൂർ, വടക്കുംകൂർ എന്നീ രാജ്യങ്ങളായിട്ടത് മാറുകയും ചെയ്തു. പിന്നീട് തെക്കുംകൂറും വടക്കുംകൂറും തിരുവിതാംകൂറിൽ ലയിക്കുകയും അല്ലെങ്കിൽ തിരുവിതാംകൂർ കീഴടക്കുകയും ചെയ്തു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. തോമാ ശ്ലീഹയുടെ വരവിനെക്കുറിച്ച് പ്രാചീന ക്രൈസ്തവ കൃതിയായ റമ്പാൻ പാട്ടിൽ പരാമർശിക്കുന്നുണ്ട്. റമ്പാൻ പാട്ടനുസരിച്ച് ഈ പ്രദേശത്ത് 1600 പേരാണ് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത്. തോമാ ശ്ലീഹയുടെ പാരമ്പര്യം പറയുന്ന നിരവധി സമൂഹങ്ങൾ കേരളത്തിലുണ്ട്. ഈ 7.5 പള്ളികൾ പലതും പല സമൂഹങ്ങളുടെയും കീഴിലാണ്. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ അരപ്പള്ളി വിശദമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്.
സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലാണ് കോക്കമംഗലം ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. മുമ്പുണ്ടായിരുന്ന ദേവാലയം പുതുക്കി പണിയുകയും ഇപ്പോൾ കാണുന്ന ഈ മനോഹരമായ ദേവാലയം സ്ഥാപിക്കുകയും ചെയ്തിട്ട് അധിക നാളായില്ല. തോമസ് ശ്ലീഹായുടെ വരവിനെ സാധൂകരിക്കുന്ന നിലയിലാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ നിലനിൽക്കുന്നതെന്ന് നമുക്ക് കാണാം. വേമ്പനാട് കായലിലൂടെ സുഗമമായി സഞ്ചരിക്കുകയും, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ജലഗതാഗതം സജീവമായിട്ട് നിലനിന്നിരുന്ന കാലത്ത് പാലയൂരിൽ നിന്നോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൽ നിന്നോ ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുക എന്ന് പറയുന്നത് എളുപ്പമായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തൊട്ടടുത്തായിട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. കൊക്കോതമംഗലം എന്നാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അറിയപ്പെടുന്നത്. തോമസ് ശ്ലീഹ ദേവാലയം സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ പള്ളികൾ പണിതു എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് സമൂഹങ്ങൾ സ്ഥാപിച്ചു. ഓരോ പ്രദേശത്തു നിന്ന് വന്ന് ആ പ്രദേശത്തുള്ള കുറച്ച് പേരെ മാനസാന്തരപ്പെടുത്തി പുതിയ മാർഗത്തിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിലേക്ക്, മാർത്തോമ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും പള്ളി പണിതു എന്നുള്ള ഒരു ധാരണയാണ് കിട്ടുക. പള്ളി എന്ന് പറഞ്ഞാൽ സമൂഹം എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ദേവാലയം പണികൾ പിന്നീട് ഒക്കെയാണ് സംഭവിക്കുക. പലപ്പോഴും ചരിത്രത്തിൽ ദേവാലയം പണിതതിൻ്റെയും അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ആ ഘടനയുടെ കാലപ്പഴക്കമൊക്കെയാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. ഒരു പ്രദേശത്ത് വന്നെത്തിയതിന് ശേഷം ഒരു സമൂഹം സ്ഥാപിച്ച് നിരവധി വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അവിടെ ഒരു ദേവാലയം ഉയരുന്നത്. പുതിയൊരു മാർഗം വരുന്നു, പുതിയൊരു മാർഗത്തിൽ ആളുകൾ വിശ്വസിക്കുന്നു, അവിടെ ഒരു സമൂഹം ഉണ്ടാകുന്നു. പലപ്പോഴും ഇത് കച്ചവട കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ റൂട്ടുകളോ ഒക്കെ ബന്ധപ്പെട്ടതായിരിക്കാം. ഇപ്പം നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തോമസ് ശ്ലീഹായുടെ ഒരു സപ്തസമൂഹങ്ങളിൽ പെട്ടതാണ്. പക്ഷെ നിലയ്ക്കൽ ഇന്ന് വനം ആയി കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അതൊരു മലയോര പട്ടണമായിരുന്നു. നിലയ്ക്കൽ പിന്നീട് കൊള്ളക്കാരുടെ ആക്രമണത്തിൽ നിലയ്ക്കൽ ആ പ്രദേശം മുഴുവൻ ഇല്ലെന്നായി പോവുകയും വനം ആകുകയും ഇപ്പോൾ അത് വലിയൊരു വനപ്രദേശമായിട്ട് മാറുകയും ചെയ്തു. മുൻകാലങ്ങളിൽ പട്ടണമായിട്ട് നിലനിന്നിരുന്ന സ്ഥലങ്ങളും കച്ചവട കേന്ദ്രങ്ങളും ഒക്കെ ആയിരുന്നു ഈ തോമസ് ശ്ലീഹായുടെ വരവിന് ആധാരമായിട്ട് നിലനിന്നിരുന്നത് നമുക്കറിയാം. അങ്ങനെ ഒരു കച്ചവട കേന്ദ്രത്തിലേക്കാണ് ഇസ്രായേലിൽ നിന്ന് തോമസ് ശ്ലീഹ മധ്യധരനാഴി കടന്ന് വരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോട്ടയ്ക്കാവ്, കൊടുങ്ങല്ലൂർ, പാലയൂർ, നിരണം, നിലയ്ക്കൽ, കൊല്ലം എന്നീ മറ്റ് ദേവാലയങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു പ്രദേശത്താണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ ദേവാലയത്തിന്റെ രൂപഘടന നിർവഹിച്ചിരിക്കുന്നത്. സാധാരണ ദേവാലയങ്ങളിൽ നിന്ന് ഭിന്നമായിട്ടുള്ള പല മുഖങ്ങളോട് കൂടിയ ഒരു രൂപഘടനയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. വേമ്പനാട് കായലിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സൗന്ദര്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്.
ദേവാലയത്തിൻ്റെ പരിസരമെല്ലാം ചെടികളും അതുപോലെ മറ്റ് രൂപങ്ങളും ഒക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ബൈബിളിലെ പല സംഭവങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുമുണ്ട്. വേമ്പനാട് കായലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ കൽക്കുരിശ് മാർ തോമസ് ലീഗ സ്ഥാപിച്ച കുരിശിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ചുവട്ടില് സപ്തദേവാലയങ്ങൾ കല്ലിൽ തന്നെ കൊത്തിവെച്ചിട്ടുണ്ട്. സപ്തദേവാലയങ്ങളുടെ രൂപം കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. ബൈബിൾ കൺവെൻഷൻ പോലെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാവുന്ന അത്രയും വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസാണ് ഈ ദേവാലയത്തിനുള്ളത്. ഈ ദേവാലയത്തിനോട് ചേർന്ന് നിൽക്കുന്ന മണിമാളികയും എല്ലാം വളരെ പൗരാണികത്വം സൂചിപ്പിക്കുന്നതാണ്. മുൻപ് ഈ ദേവാലയത്തിൽ വരുമ്പോൾ, പഴയ ദേവാലയത്തിൽ വരുമ്പോൾ പഴയകാല സൊറിയാനി ഗ്രന്ഥങ്ങളടക്കം നിരവധി അമൂല്യ വസ്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ എന്താണെങ്കിലും വിസിബിൾ അല്ല. ഇവിടെ റോഡ് മാർഗമോ ജലമാർഗമോ ഈ ദേവാലയത്തിൽ എത്താൻ വളരെ എളുപ്പവുമാണ്. ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്, കോക്കമംഗലം ദേവാലയത്തിന്റെ ഏറ്റവും അടുത്തുള്ള ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് തണ്ണീർമുക്കം ബണ്ടാണ്. ബണ്ടിനോട് ഏതാണ്ട് അടുത്ത് തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ഈ ദേവാലയത്തിൽ എത്തിച്ചേരാൻ നമുക്ക് വളരെ എളുപ്പം നൽകുന്ന ഒന്നാണ്. ചരിത്രം അറിയുന്നവരും അതുപോലെ വിശ്വാസികളായിട്ടുള്ളവരും നിരവധി പേർ ഇടദിവസങ്ങളിലുമൊക്കെ ഈ ദേവാലയത്തിൽ എത്തുന്നു എന്നുള്ളതും നമുക്ക് കാണാവുന്നതാണ്. കോക്കമംഗലത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. 7.5 പള്ളികളിൽ അരപ്പള്ളി നമ്മൾ ചെയ്തു. കോക്കമംഗലത്തെക്കുറിച്ചുള്ള വീഡിയോയും ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. മറ്റ് 6 പള്ളികളെക്കുറിച്ചുള്ള വീഡിയോയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയൊരു വീഡിയോയുമായി അടുത്തയാഴ്ച കാണുന്നത് വരെ ബൈ.